ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയിലെ പല നിർദ്ദേശങ്ങളും അപ്രായോഗികമാണ് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുമ്പോൾ ആനകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ ആയിരിക്കണമെന്നതായിരുന്നു ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയിലെ നിർദ്ദേശങ്ങളിലൊന്ന്. എന്നാൽ ആനകളോട് എങ്ങനെ 3 മീറ്റർ അകലം പാലിക്കണമെന്ന് നിർദ്ദേശിക്കാനാകുമെന്നായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത്. ആനകൾക്ക് 3 മീറ്റർ അകലം ഉറപ്പാക്കണമെന്ന് ദേവസ്വങ്ങൾക്ക് എങ്ങനെ നിർദ്ദേശം നൽകാൻ കഴിയുമെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ എഴുന്നള്ളിപ്പ് പാടില്ല എന്ന ഹൈക്കോടതി വിധി അപ്രായോഗികമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. കാരണം മിക്ക ഉത്സവങ്ങളിലും പകലാണ് എഴുന്നള്ളിപ്പെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 2012 നാട്ടാന പരിപാലന ചട്ടത്തിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് സർക്കാരുകളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു തിരുത്തേണ്ടതെന്നായിരുന്നു സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. അല്ലാതെ ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം കോടതികൾക്കില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. തങ്ങൾ ചട്ടങ്ങൾ രൂപീകരിച്ചതിന് ശേഷം അത് നടപ്പാക്കണമെന്ന് ദേവസ്വങ്ങളോട് പറയാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖ ജനുവരി 5 നടക്കുന്ന ഉത്സവത്തെ ബാധിക്കുമെന്ന് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. അതേസമയം ആന എഴുന്നള്ളിപ്പിനിടെ ആനകൾക്കോ ഭക്തർക്കോ ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വങ്ങൾക്കായിരിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു.